BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വിരമിച്ച IPS ഉദ്യോഗസ്ഥനെ പരിഗണിക്കുന്നു എന്നാണ് സൂചന. കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പേരുമുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രനെതിരെ എതിർ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട്. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, അപ്രതീക്ഷിതമായി ചില പേരുകൾ വരികയാണ്. ജേക്കബ് തോമസിന്റെ ഒക്കെ പേര് പരിഗണനാ പട്ടികയിലേക്ക് വരുന്നു. അണ്ണാമലൈ മാതൃകയിൽ കേരളത്തിലും ഒരു നീക്കം, തമിഴ്നാട് മോഡൽ നീക്കമാണോ BJP കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്? വിജയകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ വിവരം തന്നെയാണ്. കാരണം അദ്ദേഹം ഡൽഹിയിലെത്തുകയും അവിടെ JP നദ്ദയുമായി ചർച്ച നടത്തുകയും ചെയ്തു. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അത് നമ്മൾ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ BJPയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് സജീവ പരിഗണനയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ലോബി അദ്ദേഹത്തിന് വേണ്ടി ഇതിനോടകം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ നിമിഷം വരെയും ഇങ്ങനെയൊരു പേര് കേട്ടിരുന്നില്ല. BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ ഇതാദ്യമായി ഈ ജേക്കബ് തോമസ് ഒരു തമിഴ്നാട് മോഡലിൽ മുൻ IPS ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജേക്കബ് തോമസ് എത്തുമോ ഇല്ലയോ എന്നുള്ളത് വൈകാതെ തന്നെ അറിയാം. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പേരും ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. ഡൽഹിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ JP നദ്ദയെ കണ്ടിട്ടുണ്ട്. അമിത്ഷായെ അദ്ദേഹം നേരിട്ട് കാണും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് നദ്ദയുമായുള്ള കൂടിക്കാഴ്ച 100% നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പരിഗണനാ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. അത് കൃത്യമായി നമുക്ക് കിട്ടിയ വിവരം തന്നെയാണ്. അദ്ദേഹം പ്രസിഡന്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് BJPയുടെ ആഭ്യന്തര കാര്യം അവർ തീരുമാനിക്കേണ്ടതാണ്. ഇനി ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ശോഭാ സുരേന്ദ്രനെ വെട്ടാൻ നീക്കം തകൃതിയായി നടക്കുന്നുണ്ട്. കാരണം ഫ്രണ്ട് റണ്ണേഴ്സിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് അവർക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൻ്റെ രേഖകൾ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായ രേഖകൾ നൽകാൻ ഇതുവരെയും ഈ എതിർചേരിക്ക് സാധിച്ചിട്ടില്ല എന്നുകൂടി ഇതിനൊപ്പം വിവരം കിട്ടുന്നുണ്ട്. ഒപ്പം പ്രകാശ് ജാവ്ദേക്കർ ശോഭാ സുരേന്ദ്രന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും അമിത്ഷായുമായി ഈ വിഷയത്തിൽ BL സന്തോഷ് ദേശീയ സംഘടനാ സെക്രട്ടറി 2-3 ദിവസത്തിനുള്ളിൽ ചർച്ച നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും ഒരു BJP അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ വരട്ടെ അല്ലേ? ഏതായാലും മാർച്ചിൽ പുതിയ നേതൃത്വം കേന്ദ്രത്തിലും കേരളത്തിലും ഉണ്ടാവും. കാരണം ശോഭാ സുരേന്ദ്രനെ വെട്ടാൻ ആള് ഡൽഹിയിൽ ഇറങ്ങിയല്ലേ? ഇറങ്ങിയോ നമുക്കറിയില്ല, ഇറങ്ങിയതായി സാധ്യത.